സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആദ്യം പോയത് നമ്മുടെ വൈറ്റിലുള്ള ഹെർ ഡേ എന്നുള്ള ഷോപ്പിലായിരുന്നു. പക്ഷെ അവിടുത്തെ എല്ലാം ഫ്രീ സൈസ് ഡ്രസ്സുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫോറമിലേക്ക് വിട്ടു. ഹെർ ഡേയിൽ ചെറിയ ചെറിയ ടോപ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും കളക്ഷനും വലുതായിട്ട് തോന്നില്ല. അതാണ് ഞങ്ങൾ നേരെ ഫോറമിലെത്തി. അവിടെ നിന്ന് H&M കയറിയപ്പോൾ പറയാമല്ല, ക്രിസ്മസ് അപ്ഡേഷനൊക്കെ ചെയ്തുകൊണ്ടിട്ട് തന്നെ ഫുൾ അത് ബേസായിട്ടാണ് എല്ലാ ഷോപ്പിലും ഡ്രസ്സൊക്കെ ഉള്ളത്. കൂടുതൽ H&M കൂടുതലും റെഡ് വൈറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലൈഫ് സ്റ്റൈൽ കയറി നോക്കി. ലൈഫ് സ്റ്റൈൽ കയറിയപ്പോഴാണെങ്കിലും കളക്ഷൻസ് കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ പോയി മാക്സിലാണ് പോകേണ്ടി വന്നത്. എന്താല്ലേ, അവിടെ വരെ പോയിട്ട് മാക്സിലാണ് കയറാൻ പറ്റിയത്. ഡ്രസ്സ് എടുത്തതിന് ഈവനിങ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശന്നിട്ടുണ്ടായി. സോ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരെന്തായാലും എടുത്ത് കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗീ റോസ്റ്റും കോഫിയും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്, അവിടെ ഒരു വെജിറ്റേറിയൻ ഷോപ്പ് ഉള്ളൂ കേട്ടോ ഫോറമിൽ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവം, അതായത് ഗീ റോസ്റ്റും കോഫി എത്തി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ഗീ റോസ്റ്റും കോഫി ആയിരുന്നു കേട്ടോ. അങ്ങനെ സമാധാനമായി. സോ ഫോറമിൽ പോകുമ്പോൾ ഗീ റോസ്റ്റും കോഫിയും ട്രൈ ചെയ്യാൻ ആരും മറക്കണ്ട. ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ നന്നായിട്ട് കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കഴിച്ചപ്പോൾ ആ ഒരു സങ്കടം മാറി കിട്ടി എന്തായാലും. പിന്നെ ഞങ്ങളിത് കഴിച്ചതിന് ശേഷം എന്താ പറയുക, പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് തിരക്കൊക്കെ ചെയ്തുകൊണ്ട് വീഡിയോ ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ച്യൂറിറ്റോസ്, അതായത് ചൂറോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിറ്റ്കാറ്റിനാണ് പറഞ്ഞത്. വേറെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കിറ്റ്കാറ്റ് ചൂസ് ചെയ്ത്. ബട്ട് ആസ് ഐ സെഡ് ഇൻ യൂട്യൂബ് ഷോർട്സ്, അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര ഓയിലായിരുന്നു. പിന്നെ സാധാരണ ച്യൂറോസ് എന്ന് പറയുന്നത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ്നെസ്സും ഉള്ളതാണ്. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ്നെസ് ആയതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഓയിൽ കയറി പിടിച്ചത്. പിന്നെ ആ സോസൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചു പോയി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വല്യമ്മച്ചിയുടെ മൂക്ക് കുത്താൻ വേണ്ടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴാണ് അന്ന് സമയം കിട്ടിയത്. പിന്നെ കൂടുതലും എനിക്ക് മടിയായിരുന്നു. പിന്നെ ഫോണും ഇപ്പം അധികം എടുക്കാറില്ലാത്തത് കൊണ്ടിട്ട് ആണ് ഇത്രയും ലേറ്റ് ആയത്. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ മടി എന്നെ അങ്ങോട്ട് സമ്മതിക്കണില്ല. ഞാൻ എന്തായാലും ഉറപ്പായിട്ടും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യോട്ടെ. ഇനി ഇതാരും നോട്ട് ചെയ്യാൻ നിൽക്കണ്ട, കാരണം ഞാനായതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല കേട്ടോ. ചിലപ്പോഴേ വീഡിയോ ഇടുള്ളൂ. പിന്നെ ലോങ് വീഡിയോ ആയതുകൊണ്ടിട്ടാണ് ഇത്തിരി ബോറിങ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ലോങ് വീഡിയോ ഇടുമ്പോൾ അതിൻ്റേതായ രീതി ഇതാണ്. പിന്നെ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സന്ധ്യയായി. ഒരു 6 മണിയല്ല 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഊബറോട്ടൊക്കെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ മൂക്കുത്താൻ വേണ്ടി പോയി. അങ്ങനെ മൂക്കുത്താൻ വേണ്ടി തോപ്പുംപടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. വല്യമ്മച്ചിയുടെ ടെൻഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നേരും കൂടി ഇങ്ങനെ ആത്മധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഇങ്ങനെ കൊടുക്കണതാണ്. അങ്ങനെ ലാസ്റ്റ് വല്യമ്മച്ചിയുടെ പേടി വേദന ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ച്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിയൊക്കെ അങ്ങോട്ട് വിട്ട് ലാസ്റ്റ് അവിടെ അതേ നമ്മുടെ തട്ടാൻ മൂക്കൊക്കെ മാർക്ക് ചെയ്ത് കുത്താൻ വേണ്ടി പോയി. പക്ഷേ ആദ്യം കുത്തിയപ്പോൾ പണി കിട്ടിയെന്ന് വെച്ചാൽ വല്യമ്മച്ചിയുടെ സ്കിന്ന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ടിട്ട് അടിയിലേക്ക് എന്താ പറയുക, ആ നോസ്പിൻ കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം കുത്തേണ്ടി വന്നിട്ടോ. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ എന്തായാലും ഇടും. ഇപ്പോൾ തൽക്കാലം ഇത് കണ്ടോ, അയ്യോ കണ്ടു നിൽക്കണം എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വല്യമ്മച്ചിയുടെ അവസ്ഥ ആലോചിക്കാന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അടിയിലേക്ക് പോയിട്ടില്ല, കാരണം അത്രയും കട്ടിയായിരുന്നു. പിന്നെ തട്ടാൻ തന്നെ എന്തോ അതിൻ്റെ അടിയിലത്തെ ആണിയൊക്കെ മാറ്റി വേറെ ആണിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചത് കേട്ടോ. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ, ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. See you on the next video. Till then, bye guys.